സുഗോദയ എന്ന ശാന്തമായ ഗ്രാമത്തിൽ അർജുൻ എന്ന ബഹുമാന്യനായ സെൻ മാസ്റ്റർ തൻ്റെ ഉത്സാഹിയായ വിദ്യാർത്ഥിനി അനന്യയുമായി കാലാതീതമായ ജ്ഞാനം പങ്കിട്ടു. സൂര്യൻ ഊഷ്മളമായ നിറങ്ങളാൽ ആകാശത്തെ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ മാസ്റ്റർ അർജുൻ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അനന്യയ്ക്കൊപ്പം ഇരുന്നു. ശാന്തതയും മനഃശാന്തിയും പരിപോഷിപ്പിക്കാൻ കഴിയുന്ന പ്രഭാത ആചാരങ്ങളുടെ സാരാംശം പകരാൻ തയ്യാറായി മാസ്റ്റർ തുടങ്ങി. ഉണർവിൻ്റെ ആചാരം അനന്യ, മാസ്റ്റർ അർജുൻ പറഞ്ഞു. പ്രഭാതം ഒരു പുതിയ തുടക്കത്തിൻ്റെ വാഗ്ദാനമാണ്. ഓരോ പ്രഭാതത്തിലും ശ്രദ്ധാപൂർവമായ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ദിവസത്തിലേക്ക് നിങ്ങൾ ശാന്തതയെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനെ ഉണർത്താൻ കഴിയുന്ന വിശുദ്ധമായ ആചാരങ്ങൾ ഞാൻ ഇപ്പോൾ പറയാം. തൻ്റെ പ്രഭാതങ്ങളെ രൂപപ്പെടുത്തുന്ന ജ്ഞാനം ഉൾക്കൊള്ളാൻ തയ്യാറായി അനന്യ പ്രതീക്ഷയോടെ ശ്രദ്ധിച്ചു. 1. കൃതജ്ഞതാ ധ്യാനം. ഓരോ പ്രഭാതവും നന്ദിയുള്ള ഹൃദയത്തോടെ ആരംഭിക്കുക, മാസ്റ്റർ അർജുൻ ഉപദേശിച്ചു. പ്രഭാതത്തിൻ്റെ നിശബ്ദതയിൽ നിശബ്ദമായി ഇരുന്ന് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നന്ദി നിങ്ങളുടെ സത്തയിൽ നിറയട്ടെ. വരാനിരിക്കുന്ന ദിവസത്തിനായി ഒരു പോസിറ്റീവ് ടോൺ സജ്ജമാക്കുക. അനന്യ അവളുടെ കണ്ണുകൾ അടച്ച് തൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി സങ്കല്പിച്ചു. ഒരു പുതിയ നന്ദിബോധം അനുഭവപ്പെട്ടു. 2. മൈൻഡ്ഫുൾ ബ്രീത്തിങ്. ബോധപൂർവം നിങ്ങളുടെ ശ്വാസവുമായി ബന്ധിപ്പിക്കുക, മാസ്റ്റർ അർജുൻ തുടർന്നു. നിങ്ങൾ ശ്വസിക്കുമ്പോൾ ജീവശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അനുഭവിക്കുക. നിങ്ങൾ ശ്വസിക്കുമ്പോൾ ഏതെങ്കിലും പിരിമുറുക്കം ഒഴിവാക്കുക. മനസ്സ് നിറഞ്ഞ ശ്വസനം നിങ്ങളെ ഈ നിമിഷത്തിൽ നിലനിർത്തുന്നു, അങ്ങനെ ശാന്തത വളർത്തുന്നു. ഓരോ ശ്വാസത്തിൻ്റെയും നിശ്വാസത്തിൻ്റെയും ലാളിത്യവും അഗാധമായ സ്വാധീനവും ഉൾക്കൊണ്ടുകൊണ്ട് അനന്യ തൻ്റെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 3. മോർണിംഗ് സ്ട്രെച്ചും യോഗയും. സൗമ്യമായ സ്ട്രെച്ചിനും യോഗയും ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തെ ഉണർത്തുക, മാസ്റ്റർ അർജുൻ പങ്കുവച്ചു. ഉദ്ദേശത്തോടെ നീങ്ങുക. ഊർജം സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുക. ഈ ശാരീരിക ഉണർവ് നിങ്ങളുടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുക മാത്രമല്ല, ദിവസത്തിലെ വെല്ലുവിളികൾക്ക് നിങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കുകയും ചെയ്യുന്നു. അനന്യ മാസ്റ്ററുടെ മാർഗനിർദ്ദേശം പിന്തുടർന്നു. 4. പ്രകൃതി ബന്ധം. പുറത്തേക്ക് ചുവട് വയ്ക്കുക, പ്രകൃതിയുമായി ബന്ധപ്പെടുക, മാസ്റ്റർ അർജുൻ നിർദ്ദേശിച്ചു. നിങ്ങളുടെ പാദങ്ങൾക്ക് താഴെയുള്ള ഭൂമി അനുവദിക്കുക. ശുദ്ധവായു ശ്വസിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള സൗന്ദര്യം ആഗിരണം ചെയ്യുക. പ്രകൃതിയുടെ ആശ്ലേഷം നിങ്ങളുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുകയും ഐക്യത്തിൻ്റെ ഒരു ബോധം വളർത്തുകയും ചെയ്യുന്നു. പ്രകൃതി ലോകത്തിൻ്റെ പ്രശാന്തതയിൽ മുഴുകി അനന്യ ഒരു നിമിഷം പുല്ലിൽ നഗ്നപാതയായി നിന്നു. 5. മൈൻഡ്ഫുൾ ടീ അല്ലെങ്കിൽ കാപ്പി. ബോധത്തോടെ നിങ്ങളുടെ പ്രഭാതപാനീയം ആസ്വദിക്കുക, മാസ്റ്റർ തുടർന്നു. അതൊരു ചായയോ കാപ്പിയോ ആകട്ടെ, ഓരോ സിപ്പും മനസ്സിൽ നിറഞ്ഞ അനുഭവമാക്കാൻ അനുവദിക്കുക. ഊഷ്മളത അനുഭവിക്കുക, രുചികൾ ആസ്വദിക്കുക, പോഷണത്തിൻ്റെ നിമിഷത്തെ അഭിനന്ദിക്കുക. അനന്യ തൻ്റെ കപ്പ് തൊട്ടിലാക്കി സാവധാനം നുകരുന്നു. പ്രഭാത ആചാരം പുതിയ മനസ്സോടെ ആസ്വദിച്ചു. 6. പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ. പ്രപഞ്ചത്തിലേക്ക് പോസിറ്റിവിറ്റിയുടെ വാക്കുകൾ സംസാരിക്കുക, മാസ്റ്റർ അർജുൻ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങളുടെ അഭിലാഷങ്ങളുമായി പൊരുത്തപ്പെടുന്ന കരകൗശല സ്ഥിരീകരണങ്ങൾ അവ ബോധ്യത്തോടെ ആവർത്തിക്കുന്നു. പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ ലക്ഷ്യവും ശുഭാപ്തി വിശ്വാസവും നിറഞ്ഞ ഒരു ദിവസത്തിനുള്ള ടോൺ സജ്ജമാക്കുന്നു. പോസിറ്റീവ് സ്ഥിരീകരണങ്ങളുടെ പരിവർത്തന ശക്തി അനുഭവിച്ചുകൊണ്ട് അനന്യ സ്വയം പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ മന്ത്രിച്ചു. 7. വായന അല്ലെങ്കിൽ പ്രതിഫലനം. ഭൗതികമോ ആത്മീയമോ ആയ പോഷണത്തിൻ്റെ ഒരു നിമിഷത്തിൽ ഏർപ്പെടുക, മാസ്റ്റർ അർജുൻ ഉപദേശിച്ചു. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഭാഗം വായിക്കുക, അല്ലെങ്കിൽ അർത്ഥവത്തായ ഉദ്ധരണികൾ പ്രതിഫലിപ്പിക്കുക. മറ്റുള്ളവരുടെ ജ്ഞാനം നിങ്ങളുടെ ചിന്തകളെ ഉയർന്ന മേഖലകളിലേക്ക് നയിക്കട്ടെ. അനന്യ ജ്ഞാനത്തിൻ്റെ ഒരു പുസ്തകം തുറന്നു. അവളുടെ ആത്മാവിൽ പ്രതിധ്വനിക്കുന്ന ഒരു ഭാഗത്തിൽ മുഴുകി. 8. ഉദ്ദേശ ക്രമീകരണം.
വരാനിരിക്കുന്ന ദിവസത്തിനായി വ്യക്തമായ ഉദ്ദേശങ്ങൾ സജ്ജമാക്കുക. മാസ്റ്റർ പങ്കുവച്ചു. നിങ്ങൾ എന്താണ് നട്ടുവളർത്താൻ ആഗ്രഹിക്കുന്നത്? എന്ത് സദ്ഗുണങ്ങളാണ് നിങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ വിന്യസിക്കുക വഴി നിങ്ങൾ ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അനന്യ തൻ്റെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു നിമിഷമെടുത്തു. ദിശാബോധവും ശ്രദ്ധയും അനുഭവപ്പെട്ടു. 9. ദയയുടെ പ്രവൃത്തികൾ. നിങ്ങളോടും മറ്റുള്ളവരോടും ദയ കാണിക്കുക. മാസ്റ്റർ അർജുൻ ഊന്നി പറഞ്ഞു. പോസിറ്റീവ് എനർജി അലയടിക്കുന്ന ഔദാര്യത്തിൻ്റെ ചെറിയ പ്രവർത്തികൾ ചെയ്യുക. അത് ദയയുള്ള വാക്കോ പുഞ്ചിരിയോ ചിന്താപരമായ ആംഗ്യമോ ആകട്ടെ. കരുണയുടെ ഹൃദയം വളർത്തിയെടുക്കുക. ലളിതമായ ആംഗ്യങ്ങളുടെ പരിണാമപരമായ സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ട് അനന്യ ദയ പ്രചരിപ്പിക്കാനുള്ള വഴികളെക്കുറിച്ച് ആലോചിച്ചു. 10. ഡിജിറ്റൽ ഡീറ്റോക്സ്. രാവിലെ തന്നെ ഒരു ഡിജിറ്റൽ ഡീറ്റോക്സിൻ്റെ സമ്മാനം സ്വയം നൽകുക. മാസ്റ്റർ ഉപദേശിച്ചു. ഉണർന്നയുടനെ ഇമെയിലുകളോ സോഷ്യൽ മീഡിയകളോ പരിശോധിക്കാനുള്ള ത്വരയെ ചെറുക്കുക. ഡിജിറ്റൽ ലോകത്തിൻ്റെ ശല്യമില്ലാതെ നിങ്ങളുടെ മനസ്സിനെ ദിവസത്തിലേക്ക് സുഗമമാക്കാൻ അനുവദിക്കുക. സാങ്കേതിക വിദ്യയുടെ നിരന്തരമായ ബഹളത്തിൽ നിന്ന് മുക്തമായി വ്യക്തമായ മനസ്സോടെ തൻ്റെ ദിവസം ആരംഭിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അനന്യ അംഗീകരിച്ചു. പ്രഭാത ആചാരങ്ങളുടെ സമന്വയം. പ്രഭാത സൂര്യൻ ആകാശത്ത് ഉദിച്ചപ്പോൾ മാസ്റ്റർ അർജുൻ ഉപസംഹരിച്ചു. ഈ ശ്രദ്ധാപൂർവമായ പരിശീലനങ്ങളിൽ നിങ്ങൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സമന്വയം വളർത്തിയെടുക്കുക. ആത്മാർത്ഥതയോടെ അവയെ ആശ്ലേഷിക്കുക. ഓരോ പ്രഭാതത്തിലും നിങ്ങൾ വളർത്തിയെടുത്ത ശാന്തത വെളിപ്പെടുമെന്ന് നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ മുഴുവൻ ദിവസത്തെ ടേപ്പസ്ട്രിയാക്കാം നിങ്ങൾക്ക്. പ്രഭാത ആചാരങ്ങളുടെ ലാളിത്യത്തിലും ആഴത്തിലും പ്രചോദനം ഉൾക്കൊണ്ട അനന്യ മാസ്റ്റർ അർജുനെ നന്ദിയോടെ വണങ്ങി. ഈ പവിത്രമായ ആചാരങ്ങളിൽ നിന്ന് പിറവിയെടുക്കുന്ന ശാന്തത അവളുടെ നാളുകളിൽ നിറയ്ക്കാൻ തയ്യാറായി. അവൾ ബോധിവൃക്ഷത്തിൻ്റെ തണൽ ഉപേക്ഷിച്ചു. If you love to watch this video, you can like, share and subscribe.